സെറ്റ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഓടിക്കാം. 60 നമുക്ക് സെറ്റ് ചെയ്ത് വെച്ചാൽ അതിങ്ങനെ പോയിക്കൊണ്ടു. ഇതുപോലത്തെ റോഡിലൊക്കെ അത് ശരിക്കും പറഞ്ഞ കാര്യമാണ്. വോയിസൊക്കെ സെറ്റ് ചെയ്തിട്ട് ഓടിക്കാം. അതെ, ഇപ്പോൾ ലോഡ് ഇപ്പോൾ സമയം 12 മണിക്ക് നമ്മൾ ലോഡ് വെച്ചിട്ടൊന്ന് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തിട്ട് വണ്ടി എടുത്താട്ടോ. അപ്പോൾ നല്ല സെറ്റാണ്. സാധനം കൂടുതൽ കയറാൻ വേണ്ടിട്ട് 30 ഫീറ്റാണ്. അതാണ് സംഭവിച്ചേക്കണല്ലേ. പിന്നെ എന്താ വേറെ സ്പെഷ്യാലിറ്റികളൊക്കെ എന്താ വേറെ ഈ വണ്ടി? സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഉള്ള ഭാരത് ബെൻസ് പുതിയ വരുന്ന 14 വീലിലൊക്കെ വരുന്ന അതേ ഇതിൽ തന്നെയാണുള്ളത്. എഞ്ചിൻ പിന്നെ പുതിയതായ കൊമിൻസിന്റെ എഞ്ചിനാണ് വരുന്നത്. ഞാൻ 16 വീല് ഭാരത് ബെൻസിന്റെ ഉള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സുഹൃത്തിന്റെ വണ്ടിയാണ്. അപ്പോൾ കോഴിക്കോടാണുള്ളത്. അപ്പോൾ ഇതിന്റെ ചെറിയൊരു റിവ്യൂ വീഡിയോ നമുക്ക് ആദ്യം ചെയ്യാം. ഈ വണ്ടിയിൽ തന്നെ നമ്മളൊരു ലോറി ലൈഫും ചെയ്യുന്നുണ്ട് കുറേ കാലത്തിന് ശേഷം. അപ്പോൾ വണ്ടി ബസ്സിന്റെ പുതിയ വീഡിയോയിലേക്കും സ്വാഗതം. നമ്മുടെ കോഴിക്കോട് വന്നിരിക്കുകയാണ്. നമ്മുടെ സുഹൃത്തിൻ്റെ ഒരു വണ്ടി ഒന്ന് വീഡിയോ ചെയ്യണം. ഒപ്പം നമ്മളതിലൊരു ലോറി ലൈഫൊക്കെ ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ട് കേട്ടോ. അപ്പോൾ അത് 16 വീല് വണ്ടിയാണ്. ഭാരത് ബെൻസിൻ്റെ 4832 സീരീസിൽ വരുന്ന വണ്ടിയാണ് കേട്ടോ. അപ്പോൾ 16 വീല് വണ്ടിയാണ്. അപ്പോൾ ഇത് കടപ്പക്കല്ല് കാര്യങ്ങളൊക്കെ ആണ് ഇവർ വിതരണം ചെയ്യുന്നത്. അപ്പോൾ ആർക്കെങ്കിലും കടപ്പക്കല്ല് അങ്ങനെ സംഭവങ്ങളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഇവർ ബന്ധപ്പെട്ടാൽ മതിയിട്ടാണ്. ഞാൻ ഇതിൽ നമ്പർ കാണിക്കാം. ഇതാണ് സംഭവം. ആവശ്യമെങ്കിൽ പറയാം. അപ്പോൾ നമ്മളെ സുഹൃത്ത് പോണു. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഈ വണ്ടിയുടെ ഒരു കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം. ഞാനിതിൽ ലോറി ലൈഫ് ചെയ്യുന്നുണ്ട്. കുറേ കാലമായി നമ്മൾ സത്യം പറഞ്ഞാൽ ലോറി ലൈഫ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട്. അപ്പോൾ അത് കാരണം അപ്പോൾ ശരിക്കും ഒരു ടച്ച് വിട്ടിരിക്കുകയാണ്. കാരണം വേറെ ഒന്നല്ല, ലോറിയിൽ പണ്ടത്തെ പോലെ ഒന്നല്ല. നമുക്ക് പണ്ട് ഇതിപ്പോൾ കടപ്പക്കല്ലിൻ്റെ ഓട്ടോയെ കാരണം നമുക്ക് സ്ഥിരമായിട്ട് ബാംഗ്ലൂരിൽ നിർത്തി കൊണ്ടുവരിക പോരുക വേണ്ടോ. പക്ഷെ മറ്റേതൊക്കെ ആകുമ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മളവിടെ പോയാൽ ലോഡ് കിട്ടില്ല. അവിടെ കുറേ ദിവസം കിടക്കേണ്ട അവസ്ഥയൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് പിന്നെ ലോറി ലൈഫ് കുറച്ചൊന്നും ഇതാക്കി. നമ്മുടെ സത്യം പറഞ്ഞാൽ നമ്മുടെ ചാനലിൽ സർവീസ് ബസ് ജേണി ലോറി ലൈഫും എല്ലാ ഹെവി വണ്ടികളും ഓടിച്ച് വീഡിയോ ചെയ്യുന്ന ഒരു ചാനലാണ് നമ്മളത്. നിങ്ങൾക്ക് അറിയാമല്ലോ. പിന്നെ വ്യൂസ് വളരെ കുറവാണ്. അതുകൊണ്ടാണ് പിന്നെ നമ്മളത് ആക്റ്റീവ് ആവാത്തത്. അപ്പോൾ ഇത് 4232 ഭാരത് ബെൻസിൻ്റെ കാലിക്കറ്റ് ട്രാൻസ്പോർട്ടിൻ്റെ വണ്ടിയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ കടപ്പക്കല്ല് ഇറക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ വേണം. എഞ്ചിൻ വരുന്നത് 6 സിലിണ്ടർ എഞ്ചിനാണ് ഇതിൽ വരുന്നത്. കുമിങ്സിൻ്റെ എഞ്ചിനാണ് ഇതിൽ വന്നിട്ടുള്ളത്. പവർ ഇതിൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ 4832 48 ടണ്ണും അതിൽ 320 ഹോഴ്സ് പവറാണ് ഇതിന് വരുന്നത് കേട്ടോ. പവർ ഗ്രോസ് വെയിറ്റ് 47,500 kg ആണ് ഇതിൽ പുറത്തിട്ടുള്ളത്. പിന്നെ ഈ ടൈപ്പിൽ 2 ടൈപ്പ് വണ്ടികൾ ശരിക്കും വരുന്നുണ്ട്. അപ്പോൾ അതും ഒരു ട്രാൻസ്മിഷൻ വരുന്നത് 9 സ്പീഡ് ട്രാൻസ്മിഷനാണ് വരുന്നത്. പ്ലസ് ഒരു റിവേഴ്സും അങ്ങനെ 10 കേട്ടോ. പിന്നെ ഫ്യൂവൽ ടാങ്കിൻ്റെ കപ്പാസിറ്റി 330, 310, 360 വരുന്നുണ്ട്. എയർബ്ലൂ 48 ആണ് എയർബ്ലൂവിൻ്റെ കാര്യങ്ങളൊക്കെ കാണിക്കുന്നത്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വഴി ഇങ്ങനെ പറഞ്ഞു പോകാം. ഓക്കെ. അപ്പോൾ ഇപ്പോഴാണിത് റീസെൻറ്റ് സമയത്താണ് അത് കുമിൻസിൻ്റെ എഞ്ചിനൊക്കെ വരാൻ തുടങ്ങിയിട്ട്. പിന്നെ മുന്നിലുള്ള വണ്ടികൾക്കൊക്കെ ഭാരത് ബെൻസിൻ്റെ എഞ്ചിൻ തന്നെയായിരുന്നു ആദ്യം കൊടുത്തിരുന്നത്. ഇപ്പോൾ കുമിൻസിൻ്റെ എഞ്ചിനാണ് കൊടുക്കുന്നത്. 4832 കൊണ്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ സൈഡിൽ ഒരു മിറർ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ആദ്യം നമുക്ക് ഈ ഫ്രണ്ടിൽ നിന്ന് തന്നെ പറഞ്ഞു പോവാം. ഫ്രണ്ടിൽ വരികയാണെങ്കിൽ ഈ ഒരു ഏരിയയിൽ നമ്മുടെ മോഡലായിട്ട് സൺ വൈസർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ കാലിക്കറ്റ് ട്രാൻസ്പോർട്ട് കൊണ്ട് അവരുടെ ആ ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. പിന്നെ തൊട്ട് താഴെ ഭാരത് ബെൻസിൻ്റെ ലോഗോ, ഓട്ടോബാൻ ട്രക്കിങ്, പിന്നെ വിൻഷീൽഡ്, പിന്നെ അതിന് മുകളിൽ വൈപ്പർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. മഴ വരുന്നുണ്ട്. തൊട്ട് താഴെയായിട്ട് ഇതുപോലെ നല്ല രസമുണ്ട് ഇതിൻ്റെ ഒരു ഗ്രില്ല് കാര്യങ്ങളൊക്കെ കാണാനായിട്ട്. ഭാരത് ബെൻസിൻ്റെ ലോഗോ കാര്യങ്ങളൊക്കെ അതിന് മുകളിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ തൊട്ട് താഴെയായിട്ട് ഒരു 3 ലെയേർഡ് ആയിട്ടുള്ള ഇതിൻ്റെ ബമ്പറാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ബമ്പറിൻ്റെ മുകളിൽ ഹെഡ് ലാമ്പ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഈ 2 സൈഡിലായിട്ട് സ്പെഷ്യലായിട്ട് ലൈറ്റുകളും നമുക്ക് അഡീഷണൽ ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഫ്രണ്ടിലെ വിശേഷങ്ങൾ. പിന്നെ ഈ സൈഡിലായിട്ടൊരു മിറർ ഇവിടെ കാണാൻ സാധിക്കും. ഇപ്പോൾ എന്താ വെച്ചാൽ നമ്മുടെ വലിയ വണ്ടികൾക്കൊക്കെ ബ്ലൈൻഡ് സ്പോട്ടുകളുള്ള കാരണം തന്നെ നമുക്ക് പല വീഡിയോകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും.
നമ്മളിതിൽ നോക്കിയാൽ ചിലപ്പോൾ കാണില്ല. ഇപ്പോൾ പക്ഷേ ഈ താഴെ കൂടെ ആൾക്കാർ പോകണ്ടാവും. ഇവിടെയൊക്കെ ഒരു മിറർ വയ്ക്കണ ഒരു പരിപാടി ഉണ്ട് ഇപ്പോൾ. പണ്ട് അത് ഉണ്ടായിരുന്നില്ല, പക്ഷേ ഇപ്പോൾ നിർബന്ധമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ നിയമം അനുസരിച്ചിട്ട് കുറേ ബോഡി കോഡ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ എല്ലാ വണ്ടികൾക്കും AC നിർബന്ധമാക്കിയിട്ടുണ്ട്. അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ലോറിയിലൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ 16 വീല് വണ്ടിയാണിത്. ഈ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഇവിടെ മിറർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സൈഡ് മിറേഴ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മുകളിലായിട്ടൊരു അവിടെ ഒരു LED ലൈറ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ എല്ലാം എയർ അസിസ്റ്റഡാണ് ഈ വണ്ടി കേട്ടോ. നമുക്ക് ജസ്റ്റ് ഒന്ന് ഈ സൈഡിൽ കൂടെ ഒക്കെ പോവാം. ഈ കാര്യം ഇവിടെ ലോഡ് ഇറക്കേണ്ട, അതാണ് സൗണ്ട്. കടപ്പക്കല്ലിൻ്റെ അവിടെ നിന്ന് വരുന്ന വെള്ളം കാര്യങ്ങളൊക്കെയാണ് ഉണ്ടാവും വീണുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഡീസൽ ടാങ്ക് കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. പിന്നെ AdBlueൻ്റെ ടാങ്ക് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ വീല് ഞാൻ പറഞ്ഞല്ലോ 16 വീലാണ് ഇതിന് വരുന്നത്. 295/80 86 22.5-ൻ്റെ ടയറാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ. 16 വീലുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ വണ്ടികളൊക്കെ സാധാരണ വലിയ ഹെവി ലോഡുകളാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. കടപ്പാക്കല്ല് അങ്ങനത്തെ ഹെവി ലോഡുകളാണ് ഇതൊക്കെ. സ്ഥിരം ഓട്ടമുണ്ടെങ്കിലാണ് ഇങ്ങനത്തെ വണ്ടികളൊക്കെ എടുത്തിട്ട് കാര്യമുള്ളൂ. 14 വീല് കൂടുതലായിട്ട് നമ്മൾ കണ്ടേക്കണത് മറ്റേ ഓട്ടങ്ങളൊക്കെയാണ്, സബോള അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇവിടെ ആയിട്ട് ഒരു ഗാർഡ് കൊടുത്തിട്ടുണ്ട്. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ബൈക്ക് കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ഗാർഡ് കൊടുത്തേക്കണത്. സ്റ്റെപ്പിനിക്കും ഒരു സെക്യൂരിറ്റിയാണ്. സ്റ്റെപ്പിനി കൊടുത്തിട്ടുണ്ട്. പിന്നെ വീല് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഈ സൈഡിൽ നിന്നുള്ള ലുക്ക് കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ്. പിന്നെ മൈക്രോഫോൺ വെച്ചിട്ടല്ല ഷൂട്ട് ചെയ്യണം, അതുകൊണ്ട് തന്നെ സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ടാവും. പിന്നെ ലീഫാണ് ഈ സൈഡിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി ജസ്റ്റ് നമുക്ക് അപ്പുറത്തെ ഭാഗത്തൂടെ ഒന്ന് പോവാം. അപ്പുറത്ത് നിന്നിട്ട് നമുക്ക് ബാക്കിയുള്ളത് പറയാം കേട്ടോ. കുറേ കൂടി നമുക്ക് പറയാനുള്ളത് ഹൈവേ ആണ് കേട്ടോ. നമ്മുടെ കോഴിക്കോട് നിന്ന് കണ്ണൂർക്ക് പോകുന്ന ഹൈവേ ആണ്, BKB പോകും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഓവറോൾ ഈ വണ്ടിയുടെ ലുക്ക് കാര്യങ്ങളൊക്കെ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു വണ്ടി. അപ്പോൾ ഞാനിത് ജസ്റ്റ് റിവ്യൂ പോലെ ഞാൻ പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വിശാലമായിട്ട് നമുക്ക് ഇതിൻ്റെ വേറെ ഒരു ലോറി ലൈഫ് വരുന്നുണ്ട്, അതൊന്ന് കാണാൻ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ലോറി ലൈഫൊക്കെ സാധാരണ എൻ്റെ ചാനലിൽ ലോറി ലൈഫും നഴ്സറി ബസ് ജേണിയും ഹെവി വെഹിക്കിൾസും ഓടിക്കുന്ന ഒരു റിവ്യൂ ചെയ്യുന്ന ഒരു ചാനലാണ്, നിങ്ങൾക്ക് അറിയാമല്ലോ. റിവ്യൂസിൻ്റെ കുറവ് പോലെയാണ് നമ്മൾ കുറേ നിർത്തിയത്. നമ്മളാണ് കേരളത്തിൽ ആദ്യമായിട്ട് ലോറി ലൈഫൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അതെന്തേലും ആവട്ടെ, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കഴിഞ്ഞ വർഷം ഇവരുടെ കൂടെ തന്നെ നമ്മൾ ഫ്രൂട്ട്സ് കയറ്റാനൊക്കെ ലോറി പോയിട്ടുണ്ടായിരുന്നു. അതേ സുഹൃത്ത് തന്നെയാണ്, അവരുടെ കൂടെയാണ് ഇപ്പോൾ ഞാൻ വീണ്ടും വന്നേക്കണേ കേട്ടോ. അപ്പോൾ അത് ഇവിടെ ഈ കോണി പോലെ കണ്ടോ, അതിന് മുകളിലേക്ക് കയറാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇവിടെയും സൈഡിൽ മിറർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. മുകളിൽ പായ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ലോറി ലൈഫ് എന്തുകൊണ്ടാണ് നമ്മൾ അധികം ചെയ്യാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ടത്തെ അല്ല, ലോറിയിൽ ഓട്ടം പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓട്ടം അവിടെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ കറക്റ്റ് ലോറി ലൈഫ് കാണിക്കുകയാണ്. അല്ലാത്തൊരു ഫേക്കായിട്ട് ലോറി ലൈഫ് കാണിക്കും. അതല്ല, നമ്മൾ ഒറിജിനൽ ലോറി ലൈഫ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും ഒരുപാടാണ്. അപ്പോൾ പിന്നെ അവിടെ പോയി കിടക്കേണ്ടി വരും. 1 മാസം കഴിഞ്ഞിട്ടേക്ക് ഓട്ടം തിരിച്ച് കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ലോങ്ങൊക്കെ പോയി. അപ്പോൾ അതുകൊണ്ടാണ് കൂടുതൽ നമ്മളങ്ങനെ വീഡിയോ ചെയ്യൽ ഒന്ന് കുറച്ചത് കേട്ടോ, വേറെ ഒന്നല്ല. പിന്നെ ചില ആൾക്കാർ ഇപ്പോൾ ഞാൻ ഇവിടുന്ന് പറഞ്ഞ പോലെ ഹൈവേയിൽ 3rd ലൈനിൽ കൂടെ ഓവർടേക്ക് ചെയ്ത് പോകുന്നുണ്ട്. ഒരിക്കലും 3rd ലൈന് ഓവർടേക്ക് അല്ല, സ്പീഡിൽ പോകുന്നുണ്ടോ, സ്പീഡിൽ അതായത് ഫാസ്റ്റ് ട്രാക്ക് പോലെ പോകുന്നുണ്ട്. ഒരിക്കലും ഫാസ്റ്റ് ട്രാക്ക് പോണ ലൈനല്ല ഈ 3rd ലൈൻ എന്ന് പറഞ്ഞാൽ, മനസ്സിലായില്ലേ? 3rd ലൈൻ ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന ലൈനാണ്. പലർക്കും അത് അറിയില്ല, അതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ 3rd ലൈൻ ഒരിക്കലും അത് അത്യാവശ്യ ഘട്ടത്തിൽ ഓവർടേക്കിങ്ങിന് മാത്രം യൂസ് ചെയ്യുക, 2nd ലൈനിൽ മാത്രം പോവുക. പിന്നെ ഇങ്ങനത്തെ വണ്ടികളൊക്കെ പോകുമ്പോൾ അടുത്ത് കൂടെ ഒക്കെ ഒന്ന് പോകാതിരിക്കുക കേട്ടോ. കാരണം എന്താ വെച്ചാൽ കുറേ പേര് നമ്മളോരോ വലിയ ടോറസിൻ്റെയും ഇതിൻ്റെ ഇടയിലൊക്കെ പെടുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ടിപ്പർ ഇങ്ങനത്തെ വലിയ വണ്ടികളൊക്കെ പോകുമ്പോൾ ചുരത്തിലൊക്കെ പോകുമ്പോൾ ഇവരെ അധികം ബുദ്ധിമുട്ടിക്കാതിരിക്കുക. അത്രയും ബുദ്ധിമുട്ടിയിട്ട് ഈ വണ്ടികളൊക്കെ കയറി പോകണത് ഓരോ ചുരത്തിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ. ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഓരോരുത്തർ വന്ന് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര പണി ഇവർക്ക് കിട്ടും. അപ്പോൾ അധികം ബുദ്ധിമുട്ടിക്കാതിരിക്കുക. ഒരിക്കലും ഇങ്ങനത്തെ വണ്ടി ഓടിക്കുമ്പോൾ മനസ്സിലാവുക. ഇത് ഡബിൾ ഷിഫ്റ്റഡ് വണ്ടിയാണ്, 2 സൈഡിൽ ഷിഫ്റ്റ് ഉണ്ട് ഇതിന്. അങ്ങനെയാണ് 10 ഗിയർ വരുന്നത്. അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതുപോലെ തന്നെ ബൈക്കുകാരും കാര്യങ്ങളൊക്കെ നമുക്കിതിൻ്റെ ബ്ലൈൻഡ് സ്പോട്ട് ഉണ്ട് പറഞ്ഞല്ലോ ഓൾറെഡി. അതിന് മിറർ വെച്ചാലും നമ്മൾ ശ്രദ്ധിക്കുക. ഈ ഇങ്ങനത്തെ വണ്ടികളൊക്കെ പോകുമ്പോൾ അടുത്ത് കൂടെ ഒന്നും പോവാതിരിക്കുക പരമാവധി. കാരണം ഇത് ഭയങ്കര സീനാണ്, മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് പറഞ്ഞത്. 16 വീലാണ് വരുന്നത്. അതിൻ്റെ ടയർ കാര്യങ്ങളൊക്കെ കണ്ടില്ല, നല്ല സെറ്റ് ടയറാണ്. സസ്പെൻഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ അപ്പുറത്ത് അവിടെയാണ് അതിൻ്റെ മറ്റേ സംഭവമില്ലേ, അത് അതിൻ്റെ അറ്റത്ത് ഇരിക്കുന്നുണ്ടല്ലേ, ഡീസൽ മറ്റേ എക്സോസിൻ്റെ സംഭവം ഉണ്ടല്ലോ, അതൊക്കെ അതിൻ്റെ ഉള്ളിലിരിക്കുന്നത്. പിന്നെ അവിടെ ഇപ്പോൾ ലോഡ് വയ്ക്കൊണ്ടിരിക്കുക, അങ്ങോട്ട് പോകാനും വഴിയില്ല, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അവിടെ ബാക്കിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് പറയാനുള്ളത്. വണ്ടി ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തു. എന്നാലും എഞ്ചിൻ്റെ ഒരു സൗണ്ട് കാര്യങ്ങളൊക്കെ ഒന്ന് കേൾക്കാനുള്ളൊരു ഗുണവും കിട്ടിയില്ലേ. നല്ല അടിപൊളി സൗണ്ട് എഞ്ചിൻ്റെ, നല്ല അടിപൊളിയാണ് ഉണ്ടായത്. അപ്പോൾ ജസ്റ്റ് നമുക്ക് വണ്ടി ഉള്ളിൽ കയറിയിട്ട് മറ്റേ ഉള്ളിലത്തെ കാഴ്ചയോടെ ഒന്ന് കാട്ടി തന്നിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. വണ്ടി പറ്റിച്ചൊന്ന് ഓടിച്ച് നോക്കണമെന്നുണ്ട്. അതിപ്പോൾ ഞാൻ ലോറി ലൈഫ് ചെയ്യുന്നുണ്ട്, ആ കൂട്ടത്തിൽ ഓടിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ലോഡ് ഇറക്കി കഴിഞ്ഞിട്ടില്ല.
ഇതാണ് ലോഡ് കണ്ടില്ലേ, കടപ്പക്കല്ല്. പല ടൈപ്പ് കല്ലുകളുണ്ട്. അപ്പോൾ ആർക്കും ആവശ്യമുണ്ടെങ്കിൽ ഇവരായിട്ട് ബന്ധപ്പെട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ സുഹൃത്തിൻ്റെയാണ് ഈ വണ്ടി സാരഥി. എയർ കുറവാണ്, അതുകൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ നിർത്തിയേക്കണേ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വന്നിരിക്കുകയാണ് കേട്ടോ. ഉള്ളിൽ വന്ന ഇതാണ് സംഭവം. നമ്മുടെ സ്റ്റിയറിംഗ് വീല് കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. കുറച്ച് വെളിച്ച കുറവുണ്ട് ഉള്ളിൽ കേട്ടോ. ലൈറ്റ് ഇട്ടിട്ടില്ല ഞാൻ, ക്ലസ്റ്റർ ഓൺ ആക്കിയിട്ടില്ല. അപ്പോൾ അതിൽ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ അങ്ങോട്ട് നീങ്ങിയിരുന്നിട്ട് പറയാം അല്ലേ. ഇത് 10 ഗിയറാണ് വരണമെങ്കിൽ കണ്ടാ, 10 ഗിയറാണത്. ഒന്ന് ഇതിൻ്റെ ഷിഫ്റ്റിങ് എങ്ങനെയാണെന്നറിയാം, 1 2 3 4. അത് കഴിഞ്ഞ് അങ്ങോട്ടൊരു ഷിഫ്റ്റ് ഉണ്ട്, കുറച്ച് ടൈറ്റ് ഉണ്ട് കേട്ടോ. 5 6 7 8, പിന്നെ സി ഗിയർ, പിന്നെ റിവേഴ്സ്, അങ്ങനെ 10 ഗിയർ വരണം കേട്ടോ. പിന്നെ ഇതാണ് നമ്മുടെ ഹാൻഡ് ബ്രേക്ക്, പാർക്കിംഗ് ബ്രേക്ക് എന്ന് പറയും. പിന്നെ ഇതിൽ റിട്രാഡർ അങ്ങനത്തെ സിസ്റ്റം കാര്യങ്ങളൊക്കെ ഉണ്ട് വണ്ടിയിൽ. എഞ്ചിൻ ബ്രേക്ക് അങ്ങനെ സംഭവങ്ങളൊക്കെ. റിട്രാഡർ ഇല്ല, എഞ്ചിൻ ബ്രേക്ക് ഉണ്ട്, അത്രേ ഉള്ളൂ. റിട്രാഡർ ഇല്ല. നമ്മളെ മറ്റേ സ്ലീപ്പർ ബസ്സിലൊക്കെയാണ് റിട്രാഡർ ഉണ്ടാക്കുന്നത്. ഇതിന് റിട്രാഡറിൻ്റെ ആവശ്യമില്ല, റിട്രാഡർ ഇല്ല. പക്ഷേ എഞ്ചിൻ ബ്രേക്ക് ഉണ്ട് വണ്ടിക്ക്. പിന്നെ ഇതൊക്കെ ഈ കൊടുത്തുള്ള സംഭവങ്ങളെന്ന് വെച്ചാൽ നമ്മുടെ വൈപ്പറിൻ്റെ, അതുപോലെ തന്നെ ഹെഡ് ലാമ്പ്സിൻ്റെ കുറയ്ക്കുന്നതും കൂട്ടുന്നതും അങ്ങനെയൊക്കെയാണ്. ഡിപ്പൊക്കെ അല്ലേ, ആ സംഭവങ്ങളൊക്കെയാണ്. പിന്നെ ഈ ഒരു സൈഡിൽ നമുക്ക് കുറേ കാര്യങ്ങൾ, കുറേ സ്വിച്ചുകൾ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പവർ മോഡ്, എക്കോ മോഡ് കൊണ്ട് കൊടുത്തിട്ടുണ്ട്. ഇത് അവിടെ കുറച്ച് വെളിച്ചക്കുറവുള്ള കാരണം നമുക്ക് ശരിക്കും കാണിക്കാൻ പറ്റുന്നില്ല. പവർ മോഡ് ഉണ്ടോ, എക്കോ മോഡ് ഉണ്ടോ, അങ്ങനെ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു മൊത്തത്തിലുള്ള ഒരു സെറ്റപ്പ് കേട്ടോ. പിന്നെ ഇവിടെ സെൻസർ ഉണ്ട്. ആ സെൻസറിൽ നമുക്ക് ഇങ്ങനെ കണ്ണൊക്കെ അടഞ്ഞു പോവുകയാണെങ്കിൽ അത് ഓട്ടോമാറ്റിക് ബീപ്പ് അടിക്കും. പിന്നെ ഈ സൈഡിൽ വരികയാണെങ്കിൽ ഇവിടെ ഒരു സ്പീക്കർ, പിന്നെ ചെറിയ കൺസോൾ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു സെറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു സെറ്റപ്പ്. ഇതൊക്കെ അഡീഷണലായിട്ട് നമുക്ക് ഇതൊക്കെ മുറിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ വെക്കാൻ പറ്റും കേട്ടോ. അതിനാണ് അങ്ങനെ കൊടുത്തേക്കണേ, ഓപ്ഷനിലാണ്. പിന്നെ അവിടെ കൊടുത്ത പോലെ ഇവിടെ ചെറിയൊരു കൺസോൾ, ഫയൽ കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റും. പിന്നെ ഇൻറ്റീരിയർ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഇത്രയും സ്ഥലമുണ്ട്. കാരണം എന്താ വെച്ചാൽ ഈ സ്ഥലം ഇവിടെ പരിമിതിയാവും. കാരണം ഈ വണ്ടി വലിപ്പം കൂടുതലാണ്. ഇത് വലിപ്പം കുറയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരാൾക്ക് കിടക്കാൻ പറ്റുന്നുണ്ടല്ലേ, അത് ഒരാൾക്ക് ഇവിടെ കിടക്കാൻ പറ്റും. പക്ഷെ ഇത് ഒരു 2 പേർക്ക് കിടക്കാൻ പറ്റുന്ന സ്ഥലം കിട്ടും ശരിക്കും. വണ്ടി ഒന്ന് കുറയ്ക്കുകയാണെങ്കിൽ, ലെങ്ത്ത് കുറയ്ക്കുകയാണെങ്കിൽ. ഇത് ലെങ്ത്ത് കൂടുതലാണ്, അതുകൊണ്ട് ഉള്ളൊരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഈ വണ്ടിക്ക് എന്താ പറയുക, സ്ഥലം കുറവാണ് കേട്ടില്ല ഇവിടെ. അത് വണ്ടി ലെങ്ത്ത് കൂടുതലാണ്. ബാക്കിലേക്ക് നോക്കിയാൽ അന്തമില്ല, ലെങ്ത്ത് കൂടുതലുള്ളതുകൊണ്ടാണ് ഇവിടെ ശരിക്കും ഇത്രയും സ്ഥലം കുറവ്. അല്ലെങ്കിൽ കുറച്ചുകൂടി സ്പേസ് കിട്ടും കേട്ടോ. ഒരു ഫാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊക്കെയാണ് ഇൻറ്റീരിയർ കാഴ്ചകൾ കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മുടെ മിറർ നോക്കി, അവിടെ ഇവിടെ നോക്കി കഴിഞ്ഞാൽ മിറർ നമുക്ക് കറക്റ്റായിട്ട് ഇത് കൂടെ നമുക്ക് എല്ലാ കാര്യങ്ങളും അടി കൂടെ പോണതൊക്കെ കാണാൻ പറ്റും. പിന്നെ സൈഡിൽ ഇതുപോലെ ഒരു ഗ്രിപ്പ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് ഇവിടെ ഉണ്ട് സ്ഥലം. നല്ലൊരു സെറ്റായിട്ടുണ്ടല്ലേ. അപ്പോൾ ഈ ഒരു ഏരിയ ഒക്കെ നല്ല ഭംഗിയുണ്ട്. വണ്ടി സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഈ ഒരു കൺസോളിൻ്റെ ഭാഗം നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇവിടെ എ സി പിന്നെയുള്ള വണ്ടികൾ കേന്ദ്രത്തിൻ്റെ പുതിയ കോഡ് അനുസരിച്ചിട്ട് AC ഉള്ള വണ്ടികൾ ഇറങ്ങാൻ പാടുള്ളൂ, അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു മിറർ കണ്ടില്ലേ, ഈ സൈഡിലുള്ള മിററുകളൊക്കെ നിർബന്ധമാക്കിയിട്ടുണ്ട്. അതായത് നമുക്ക് ഒരുപാട് ബ്ലൈൻഡ് സ്പോട്ടുകളുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ വണ്ടി പോകുമ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ശ്രദ്ധിക്കേണ്ട എല്ലാവരും. ബ്ലൈൻഡ് സ്പോട്ടുകളുണ്ട്, അത് ഇല്ലാത്ത കാരണം കുറേ അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതിനാണ് ഇപ്പോൾ ബ്ലൈൻഡ് സ്പോട്ട് മിറർ നിർബന്ധമാക്കിയാണ്. ഞാൻ മിററിന് എപ്പോഴും മറക്കുക, മിറർ നിർബന്ധമാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് മിറർ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കണ്ടില്ല, ഈ സൈഡിലൊക്കെ നിന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാം കറക്റ്റായിട്ട് വണ്ടിയുടെ ഫ്രണ്ടിൽ കൂടി അടി കൂടെ ഒക്കെ പോകുന്നത് കറക്റ്റ് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ സൈഡ് ഡോറ് ഇവിടെ ഇങ്ങനെയൊക്കെ ഉള്ള സെറ്റപ്പ് പിടുത്തം കാര്യങ്ങളൊക്കെ ഉണ്ട്. വലിയ വണ്ടിയിലൊക്കെ ആയിരുന്നെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒരു ബ്ലാക്ക് ആൻഡ് ഐവറി തീമിലാണ് അതിൻ്റെ കൺസോൾ കാര്യങ്ങളൊക്കെ വന്നേക്കണത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു വണ്ടി. ഭാരത് ബെൻസിൻ്റെ ലോഗോ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കാര്യങ്ങൾ വേറെ പറയാനുള്ളതേ, നമ്മൾ അപ്ലിക്കൻ നമ്മുടെ ഡ്രൈവർ ചേട്ടൻ ഇങ്ങോട്ട് വന്നായിരുന്നു. അപ്പോൾ ഇവിടെ കണ്ടോ, അതിൽ ഒരു ആദ്യത്തെ റീജനറേഷൻ്റെ സ്വിച്ചാണ്. ഇപ്പുറത്തുള്ളത് നമ്മുടെ എന്താ പറയുക, വണ്ടിയുടെ ഹൗസിങ് ഇതുണ്ടല്ലോ, മറ്റേ ഒരു ടയർ കിടന്ന തെന്നില്ലേ, അത് കറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട്, ലോഡില്ലെങ്കിൽ കറങ്ങുന്ന സംഭവം കറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ ആ ഒരു സ്വിച്ച്. മനസ്സിലായ ഈ സ്വിച്ച്. രണ്ടാമത്തെ ഇപ്പുറത്തിരിക്കുന്ന കാണുന്ന സ്വിച്ച് നമ്മുടെ ലിഫ്റ്റ് ആക്സിൽ പൊന്തിക്കാനും താത്താനൊക്കെ ഉള്ള ആ ഒരു സ്വിച്ചാണ് കേട്ടോ അവിടെ കാണുന്നത്. പിന്നെ ഇതാണ് നമ്മുടെ വണ്ടിയുടെ സ്റ്റിയറിംഗ് വീല്, 4 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ്. പഴയ വണ്ടികൾക്കൊക്കെ, പഴയ മീൻസ് ലോറികൾക്കൊക്കെ ഇങ്ങനത്തെ, പഴയ വണ്ടി എന്നല്ല, ലോറികൾക്കൊക്കെ ഇങ്ങനെ. ബെൻസ് നമ്മുടെ എയർ ഫുള്ളായി, എയർ ഇല്ലാത്ത കാരണമാണ് അങ്ങനെ ഒരു ബീപ്പ് സൗണ്ട് വന്നിരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ പഴയ വണ്ടികൾ മീൻസ് ഞാൻ അങ്ങനെ എൻ്റെ നാവൽ വന്നതാണ് കേട്ടോ. പഴയ വണ്ടി എന്നല്ല, ഭാരത് ബെൻസ് ട്രക്കുകൾക്കൊക്കെ ഇങ്ങനത്തെ സ്റ്റിയറിംഗ് തന്നെയാണ് ഇപ്പോഴും കൊടുക്കുന്നത്. ബസ്സുകൾക്ക് മാറ്റം വന്നിട്ടുണ്ട്. ബസ്സുകൾക്ക് മേഴ്സസ് ബെൻസിൻ്റെ ഒക്കെ അങ്ങനത്തെ സ്റ്റിയറിംഗ് വീലാണ് ഇപ്പോൾ ബസ്സുകൾക്ക് സ്റ്റിയറിംഗ് വീല് കൊടുക്കണം കേട്ടോ. അതെന്താ സംഭവം എനിക്കറിയില്ല. ഭാരത് ബെൻസ് ലോഗോ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, ഹോണൊക്കെ തന്നെ ഇപ്പോൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ലൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ കർട്ടൻ നമുക്ക് നീക്കിയിടാം. ഒരാൾ ഇവിടെ കിടന്ന് ഉറങ്ങുകയാണെങ്കിൽ അവിടെ പാർട്ടീഷൻ ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ല, അത് 10 ഗിയറാണ് ഇതിന് വരുന്നത്. അത് കിടന്നങ്ങനെ വിറയ്ക്കണ കണ്ടില്ലേ.
പിന്നെ ഇവിടെ ചാർജിങ് ബോട്ടിൽസ് കാര്യങ്ങൾ, ഫയർ എക്സ്റ്റിംഗ്വിഷർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ എ സിയുടെ നോബ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഹെഡ് ലാമ്പ്സ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടതും ഇങ്ങനെയൊക്കെയാണ്. പിന്നെ ഇവിടെ പറയാൻ വിട്ടുപോയ സാധനം ഇത് ക്രൂയിസ് കൺട്രോൾ സിസ്റ്റം ആണ് കേട്ടോ. അപ്പുറത്തുള്ളത് സ്വിച്ച് ഓൺ ചെയ്യാനും പിന്നെ ക്രൂയിസ് സെറ്റ് ചെയ്യാനുള്ള ആ സ്വിച്ചുകളാണ് ഈ കാണുന്ന സ്വിച്ചുകൾ കേട്ടോ. ഇതിൽ ക്രൂയിസ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത്രയ്ക്കൊക്കെയാണ്. പിന്നെ ഇവിടെ ക്യാമറയുണ്ട്, അതിൻ്റെ സ്ക്രീൻ ഇതിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇത്രയ്ക്കൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിലത്തെ കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും സെറ്റ് വണ്ടി, അടിപൊളി വണ്ടി. അപ്പോൾ നമുക്ക് ഓടിച്ച് നോക്കുന്ന പരിപാടി നമുക്ക് പിന്നീടാവാം. എന്തായാലും ലോറി ലൈഫ് ചെയ്യുന്നുണ്ട്, അപ്പോൾ നോക്കാം. അതിൽ നമ്മുടെ സുഹൃത്തുണ്ട് കേട്ടോ, അദ്ദേഹമാണ് ഇതിൻ്റെ സാരഥി. പേര് നമ്മുടെ പഴയ വീഡിയോയിൽ പറഞ്ഞിട്ടായിരുന്നു, അപ്പം മറന്നിട്ടുണ്ടാവും. നിഹാൽ അല്ലേ? നിഹാൽ. അപ്പോൾ ഇത് ശരിക്കും എത്ര ഫീറ്റ് വണ്ടിയാ? ഇത് 30 ഫീറ്റ് വണ്ടിയാ. പിന്നെ ഇത് കുറച്ച് ഇപ്പൊ ഇതിൽ ശരിക്കും പറഞ്ഞത് കുറച്ച് സ്പേസ് ഇതിൽ കുറവുണ്ട് അല്ലേ? അത് 30 ഫീറ്റ് വണ്ടിയാണ്. കമ്പനി ക്യാബിൻ ഒന്ന് ചെറുതാക്കിയിട്ടാണ് കൊടുക്കുന്നത്. 28 ഫീറ്റ് ആണെങ്കിൽ വലിയ ക്യാബിൻ തന്നെ കിട്ടുമായിരുന്നു. ഇത് കുറച്ചുകൂടി സാധനം കൂടുതൽ കയറാൻ വേണ്ടിട്ട് 30 ഫീറ്റ് ആണ്. അതാണ് സംഭവിച്ചേക്കണല്ലേ. പിന്നെ എന്താ വേറെ സ്പെഷ്യാലിറ്റികളൊക്കെ എന്താ വേറെ ഈ വണ്ടിയിൽ? സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഉള്ള ഭാരത് ബെൻസ് പുതിയ വരുന്ന 14 വീലിലൊക്കെ വരുന്ന അതേ ഇതിൽ തന്നെയാണുള്ളത്. എഞ്ചിൻ പിന്നെ പുതിയതായ കൊമിൻസിന്റെ എഞ്ചിനാണ് വരുന്നത്. നല്ല പവർഫുൾ എഞ്ചിനാണ്. പിന്നെ വേറെ അതിലെ എഞ്ചിൻ കുമിൻസിന്റെ ആണല്ലേ? കുമിൻസിന്റെ എഞ്ചിൻ ആണല്ലേ? ഓക്കെ. പിന്നെ വേറെന്താ വേറെ ഇതില് കുറെ ഇത് ഈ സെൻസേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ? മറ്റേ ഉറങ്ങിപ്പോയാല് ശരി. അതുപോലെ ഇതിന്റെ സീറ്റ് കണ്ടില്ലേ? കണ്ട അഡ്ജസ്റ്റ്മെന്റ് സീറ്റാണ്. അതായത് ഫുള്ളി എയർ അസിസ്റ്റഡ് ആണ്. കണ്ടില്ലേ? അതിങ്ങനെ പൊന്നിന് കണ്ട സീറ്റ്, അങ്ങനെ എയർ അസിസ്റ്റഡ് സീറ്റ് കാര്യങ്ങളൊക്കെയാണ്. സെറ്റാണ് എന്തായാലും. മറ്റേ ഇത് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ നമ്മൾ നമ്മുടെ ഭാരത് ബെൻസ് നമ്മുടെ 16 വീലൊന്നും ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സുഹൃത്ത് തന്നെയാണ് നമുക്ക് വണ്ടി വീഡിയോ ഒക്കെ എടുത്ത് തരുന്നത്. അപ്പോൾ 8ാമത്തെ ഗിയറിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഷിഫ്റ്റ് ചെയ്ത് പോയിട്ട് 8ാമത്തെ ഗിയറിലേക്ക് എത്തിച്ചു. നമ്മൾ നല്ല അസുഖമാണ്. റോഡ് എക്സ്പ്രസ് ഹൈവേ ആണ്. നമ്മൾ സെക്കൻഡ് ട്രാക്കിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോഴും പറഞ്ഞ പോലെ ഈ 3rd ട്രാക്ക് ഓവർടേക്കിംഗ് ട്രാക്കാണ്. സുഖമായിട്ട് വണ്ടി ഭാരത് ബെൻസ് ഓടിക്കാനൊക്കെ. ഇവിടെ ഐലൻഡ് ഒക്കെ ഭയങ്കര ചാട്ടം ഫീൽ ചെയ്യും. പക്ഷെ ഇത് ചാട്ടമൊന്നും ഇല്ല. പിന്നെ എയർ സീറ്റാണ്, സുഖമുണ്ട്. സ്മൂത്ത് വർക്കിംഗ് ആണ് കുമിൻസിന്റെ എഞ്ചിന്റെ. നല്ല സെറ്റാണ് പറയാല്. ഓടിക്കാനൊക്കെ നല്ല മജയുണ്ട്. ലോഗോ. പിന്നെ ഈ 4 സ്പോക്ക് സ്റ്റിയറിംഗ് വീല് ഈ ട്രക്കിനൊക്കെ മാറ്റില്ലേ, ഇതുപോലെ തന്നെയാണ് വരുന്നത്. ബസ്സിനൊക്കെ ഇപ്പോൾ വേറെ ടൈപ്പ് സ്റ്റിയറിംഗ് വീലാണ് വരുന്നത്. ബസ്സിൽ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ അതുപോലെ ഇത് ഗിയറിലെ മോഡ് പോയിക്കൊണ്ടിരിക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ. പിന്നെ എയർ സീറ്റാണ്. പിന്നെ പവർ മോഡ്, എക്കോ മോഡ്, ഇങ്ങനത്തെ മോഡുകളുണ്ട്. സെൻസേഴ്സ് ഉണ്ട്. പിന്നെ ക്രൂയിസ് കൺട്രോൾ സെറ്റ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഓടിക്കാം. 60 നമുക്ക് സെറ്റ് ചെയ്ത് വെച്ചാൽ അതിങ്ങനെ പോയിക്കൊണ്ടു. ഇതുപോലത്തെ റോഡിലൊക്കെ അത് ശരിക്കും വന്ന കാര്യമാണ്. ക്രൂയിസൊക്കെ സെറ്റ് ചെയ്തിട്ട് ഓടിക്കാം. താഴെക്കോട്ടാണെങ്കിൽ പോകുന്നത് നമുക്ക് കാണില്ല, മനസ്സിലായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇങ്ങനെ അടുത്ത് കൂടെ ഇങ്ങനെ വണ്ടി എടുത്ത് ഇങ്ങനെ വരുന്നതൊക്കെ നടന്നിട്ടാണെങ്കിലും ശ്രദ്ധിക്കാമെന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞത് തമിഴ്സിലൊക്കെ ഇപ്പോഴും ആ വികാരം ലൈലിൻ്റെ വണ്ടി, അതിൽ ബോഡി കെട്ടി പഴയ ഒരു രൂപത്തിലുള്ളൊരു വണ്ടി ആയിട്ട് കൊണ്ടുനടക്കണം എന്നൊക്കെയാണ്. ഒരു ബ്രൗൺ കളർ പെയിന്റ് അടിച്ചിട്ട് അതാണ് നാഷണൽ ലോറി എന്നൊക്കെയാണ്. അതൊക്കെ മാറി, കാലം മാറി. നീറ്റായിട്ട് നടക്കുക, നീറ്റായിട്ട്. ഇപ്പോൾ ചില വണ്ടികളൊക്കെ കണ്ടാൽ നമുക്ക് സങ്കടം തോന്നും. സൈഡിലൊക്കെ തുപ്പി നിറച്ചിട്ടൊക്കെ നമ്മൾ ഇടുന്ന ഡ്രസ്സ്, നമ്മളിടുന്ന വണ്ടി, അതൊക്കെ നമ്മൾ നോക്കിയില്ലെങ്കിൽ പിന്നെ ആരാ നോക്കുക? നമ്മളിടുന്ന ഡ്രസ്സ്. ഇപ്പോൾ ഞാനിപ്പോൾ ഇന്നലെ ഈ വണ്ടിയിൽ കയറിയതാണ്. അപ്പോൾ നമ്മൾ അത്യാവശ്യം ഫ്രഷപ്പിൽ തന്നെ ഇരിക്കണം. അപ്പോൾ ചില ലോറിയിൽ പോയി എങ്ങനെ ഫ്രഷ് ആവാതെ പോകണമെന്നില്ല. നമുക്ക് വൃത്തിയിൽ പോകണമെന്ന് വിചാരിച്ചെല്ലാം പറ്റും. അപ്പോൾ ചില ആൾക്കാർ ഈ പഴയ രീതിയിൽ ഇപ്പോൾ യൂറോപ്പിലൊക്കെ ട്രക്ക് ഓടിക്കുന്ന ആൾക്കാർ കണ്ടിട്ടില്ലേ? അവരൊക്കെ നല്ല സെറ്റ് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആണ്. അതെന്തുകൊണ്ടാണ് ചെയ്യണത്? സ്വയം
മാന്യമായിട്ട് നമുക്ക് മാറണം, കാലം മാറുകയാണ്. അതുപോലെ ഞാൻ പറഞ്ഞത് ലൈലൻറ്റിൻ്റെ ആ രീതി കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ലൈലൻറ്റ് വണ്ടിയിൽ അങ്ങനത്തെ രൂപമായിട്ടുള്ള വണ്ടി അതൊക്കെ മാറുന്നുണ്ട്. കുറേയൊക്കെ മാറ്റപ്പോൾ വന്നിട്ടുള്ളത് ഇപ്പോൾ എല്ലാ വണ്ടിയിലും AC നിർബന്ധമാക്കി കേന്ദ്രത്തിൻ്റെ പുതിയ ബോർഡ് അനുസരിച്ചിട്ട്. അപ്പോൾ ഭാരത് ബെൻസ് അതിന് പോയി തുടക്കം കുറിക്കുക ചെയ്ത് എനിക്ക് തോന്നിയിട്ടുണ്ട് എപ്പോഴും. ഇങ്ങനത്തെ ഒരു ട്രക്കിംഗ് സംസ്കാരം കുറച്ചുകൂടി അങ്ങനെ നമ്മളങ്ങനെ വണ്ടിയിൽ മറ്റേ എന്താ പറയുക ക്രൂസിട്ട് ഓടിക്കുന്നു. 3 ലൈനാണ് നമുക്ക് ലൈനുകൾ. ഞാനിപ്പോൾ സെൻട്രൽ ലൈനിൽ കൂടെ ഓടിക്കുന്നത്. പിന്നെ ഇത് 3rd പോയിക്കൊണ്ടിരിക്കും. പിന്നെ മൈലേജൊക്കെ നോക്കി ഓടിക്കേണ്ട വണ്ടികളാണ് ഇതൊക്കെ. അപ്പോൾ അതനുസരിച്ച് പിന്നെ AC ഇട്ടാലും ഇതിന് മൈലേജ് റോഡ് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അത്യാവശ്യം മൈലേജ് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വണ്ടി തന്നെയാണ്. പിന്നെ കുത്തിച്ചോടില്ലാതൊക്കെ നല്ല രീതിയിൽ മൈലേജ് പിടിച്ച് ഓടിച്ചാൽ നല്ലതൊക്കെ തന്നെയാണ്. അതെ, ഇപ്പോൾ ലോഡ് ഇപ്പോൾ സമയം 12 മണിക്ക് നമ്മൾ ലോഡ് വെച്ചിട്ടൊന്ന് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തിട്ട് വണ്ടി എടുത്താൽ കേട്ടോ. അപ്പോൾ നല്ല സെറ്റാണ്. ഓടിക്കുമ്പോൾ അത് വേറൊരു ഫീലാട്ടോ ശരിക്കും. പിന്നെ ക്ലസ്റ്ററിലെല്ലാം കാണിക്കും എങ്ങനെയുണ്ട് പോകുന്നൊക്കെ. ബ്രേക്കിങ് ഒന്ന് ശ്രദ്ധിച്ചിട്ടൊക്കെ വേണം ചെയ്യാനായിട്ട്. എന്നുവെച്ചാൽ ലോഡ് വണ്ടിയാണ്. അപ്പോൾ ജസ്റ്റ് അതുകൂടി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അതും പറ്റി ലോഡ് വെച്ചിട്ട്. ബെഞ്ചും ബ്രേക്ക് ഓൺലൈനായി കിടക്കണല്ലേ? അപ്പോൾ ഉള്ള റോഡ് ഇപ്പോൾ വിജയനായിട്ടുള്ള അവസ്ഥ. എന്തായാലും ഭാരത് ബെൻസ് സൂപ്പറാട്ടോ. ഭയങ്കര നല്ല കോൺഫിഡൻസ് കിട്ടുന്ന ഒരു വണ്ടിയാണ്. ലൈലൻ്റൊക്കെ ആകുമ്പോഴേ നമുക്ക് ഭയങ്കര കുറച്ചുകൂടിയൊക്കെ കുറച്ചുകൂടി ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാറുണ്ട്. അത്രയ്ക്ക് ബുദ്ധിമുട്ട് തോന്നുന്നില്ല, എന്നാലും ബുദ്ധിമുട്ടുണ്ട്. വേറെ വശം വലിയ വണ്ടി റോഡ് വെച്ച് ഓടിക്കാന്ന് പറഞ്ഞാൽ കുറച്ച് ഇതാണ്, ടാസ്ക്കാണ്. ലോഡ് വയ്ക്കുമ്പോഴേ നമുക്ക് ബ്രേക്കാണ് ശ്രദ്ധിക്കേണ്ടത്. പെട്ടെന്ന് ബ്രേക്ക് അങ്ങനെ ചവിട്ടി നിൽക്കില്ല, ശ്രദ്ധിച്ച് ചവിട്ടണം. അതുപോലെ ബെൻഡൊക്കെ എടുക്കുമ്പോൾ പതുക്കെ എടുക്കണം ബെൻഡുകളൊക്കെ.
പിടിക്കണം. മണമൊക്കെ